നമസ്കാരം. കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള +1 ഏകജാലക അപേക്ഷയ്ക്ക് മുമ്പ് വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായും കണ്ടോളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റുകളായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കഴിയുന്ന അത്രയും വേഗം നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. സാധാരണ നമ്മൾ +1 ഏകജാലക അപേക്ഷയ്ക്ക് കൂടുതൽ വിദ്യാർത്ഥികളും ആശ്രയിക്കുന്നത് ഏതെങ്കിലും CSE സെന്ററുകൾ അല്ലെങ്കിൽ അക്ഷയ സെന്ററുകൾ, ഓൺലൈൻ സർവീസ് സെന്ററുകൾ, വളരെ കുറച്ച് കുട്ടികൾ ഡയറക്റ്റ് ആയിട്ടും സ്വന്തമായും അപേക്ഷ നൽകാറുണ്ട്. ഇത്തരത്തിൽ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ആദ്യമായി മനസ്സിലാക്കുക, ഒരു വിദ്യാർത്ഥി ഒന്നിലധികം ജില്ലകളിലുള്ള സ്കൂളുകളിലേക്ക് അപേക്ഷ നൽകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഓരോ ജില്ലയ്ക്കും പ്രത്യേകം അപേക്ഷ നൽകണം. അതായത് മലപ്പുറം ജില്ലയിലുള്ള ഏതാനും സ്കൂളുകളിലേക്കും കോഴിക്കോട് ജില്ലകളിലുള്ള ഏതാനും സ്കൂളുകളിലേക്കും ഒരേ വിദ്യാർത്ഥി അപേക്ഷ നൽകുന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് വേറെ അപേക്ഷയും പിന്നീട് കോഴിക്കോട് ജില്ലയ്ക്ക് മറ്റൊരു അപേക്ഷയും നൽകേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അപേക്ഷ നൽകുന്ന സമയത്ത് അതിന്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളൊരു 4 സ്കൂളും 4 കോഴ്സിനും അപേക്ഷിക്കുന്നവർ അതൊരു പ്രയോറിറ്റി, ഫസ്റ്റ് സ്കൂൾ, സെക്കൻഡ് സ്കൂൾ, തേർഡ് കോഴ്സ് എന്ന രീതിയിൽ നമ്മളതൊരു ലിസ്റ്റ് ആക്കിയിട്ടാണല്ലോ കൊടുക്കുന്നത്. അത്തരത്തിൽ ആദ്യം കൊടുക്കുന്ന സ്കൂള്, ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്ന സ്കൂള്, കോഴ്സ്, അത് വളരെ ആലോചിച്ച് തീരുമാനമെടുത്ത ശേഷം കൊടുക്കണം. കാരണം മുഖ്യ അലോട്ട്മെന്റ് ഘട്ടം 3 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ മുഖ്യ അലോട്ട്മെന്റ് ഘട്ടത്തിൽ നമ്മൾ പ്രയോറിറ്റി നൽകിയ ആദ്യം പ്രയോറിറ്റി നൽകിയ സ്കൂളിൽ നമ്മുടെ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ ട്രാൻസ്ഫർ ആവാനോ ഒന്നും കഴിയില്ല. ആ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്കൂള്, ഏറ്റവും ആഗ്രഹിക്കുന്ന കോഴ്സ് ആയിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി ആയി നൽകേണ്ടത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റിസർവേഷൻ ഉണ്ട്, കാസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിസർവേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ +1 അലോട്ട്മെന്റ് അപേക്ഷയിൽ നമ്മുടെ റിലീജിയൻ കാസ്റ്റ്, ഇതിൽ കാസ്റ്റ് കോളം നമുക്ക് ഫില്ല് ചെയ്യുന്നതാണ്. റിലീജിയൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഡീഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ സാധാരണ രജിസ്റ്റർ നമ്പർ, SSLCയുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകിയാണ് അപേക്ഷ നൽകി തുടങ്ങുന്നത്. അതുകൊണ്ട് റിലീജിയനും കാസ്റ്റും ഡീഫോൾട്ട് ആയിട്ട് അതിൽ വന്നു കിടക്കുന്നുണ്ടാവും. പക്ഷെ ഒന്നുകൂടി +1 സർക്കുലറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാസ്റ്റും നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാസ്റ്റും, അതിൽ ഡീഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുന്ന കാസ്റ്റും ഒന്ന് മാച്ച് ചെയ്ത് നോക്കണം. അതിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് ആ വിദ്യാർത്ഥി ഔട്ട് ആവുന്നതിന് വരെ കാരണമാകും. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ കാസ്റ്റിൽ കൂടുതലും കൺഫ്യൂഷൻ വരാറുള്ളത്. അതുകൊണ്ട് അത് പ്രത്യേകം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് കാസ്റ്റ് രേഖപ്പെടുത്തുക. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ബോണസ് മാർക്കുകൾ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ തന്നെ JRF, അങ്ങനെ കുറച്ച് ബോണസ് മാർക്സ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് അപേക്ഷയിൽ ഉൾപ്പെടുത്താൻ പറ്റൂ. അല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റ് അവിടെ ഒഴിവാകുവാനോ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും എന്ന് ഉറപ്പുള്ള നിങ്ങളുടെ കൈവശമുള്ള സർട്ടിഫിക്കറ്റ്സ് മാത്രം ബോണസ് മാർക്കിനായി നിങ്ങൾ നൽകുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ അലോട്ട്മെന്റ് നൽകുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കാത്ത സ്കൂളോ ആഗ്രഹിക്കാത്ത കോഴ്സോ ഒരു കാരണവശാലും അപേക്ഷയിൽ ഉൾപ്പെടരുത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ മുഖ്യ അലോട്ട്മെന്റിനിടയ്ക്ക് ഈ ആഗ്രഹിക്കാത്ത സ്കൂളിലോ ആഗ്രഹിക്കാത്ത കോഴ്സിലോ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ആ സ്കൂളിൽ നിന്ന് തുടർന്ന് പഠിക്കാൻ നിർബന്ധിതരാകും. കാരണം അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടി വരും. അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് ഔട്ട് ആവുകയും വീണ്ടും നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ കഴിയാത്ത അവസ്ഥയും വരും. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതോ കൂടിയതോ അത് നിങ്ങൾ കാര്യമാക്കേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളും കോഴ്സുകളും മാത്രം അപേക്ഷയിൽ ഉൾപ്പെടുത്തുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യ 3 അലോട്ട്മെന്റിലും അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിലും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ നൽകുവാനുള്ള അവസരം നിങ്ങൾക്ക് പിന്നീടുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ആഗ്രഹിക്കാത്ത കോഴ്സും സ്കൂളും സെലക്ട് ചെയ്ത് അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആ സ്കൂളിലോ ആ കോഴ്സിനോ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ആ അഡ്മിഷൻ സ്വീകരിക്കില്ല. അതോടുകൂടി നമുക്ക് വീണ്ടും അലോട്ട്മെന്റിന് കൊടുക്കാനും പറ്റാത്ത ഒരവസ്ഥ വരും. പിന്നീട് നമ്മൾ മാനേജ്മെന്റ് സീറ്റ് വാങ്ങി പഠിക്കേണ്ട അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമുക്ക് ഒരു അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ പോകും എന്ന് ഉറപ്പുള്ള സ്കൂളും
കോഴ്സിനും മാത്രം അപേക്ഷയിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും CSC സെന്ററുകളിലോ അക്ഷയ സെന്ററുകളിലോ ഓൺലൈൻ സർവീസ് സെന്ററുകളിലൊക്കെ പോയി അപേക്ഷ നൽകുന്ന സമയത്ത് അവർ പലപ്പോഴും തിരക്കിലായിരിക്കും. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നോളണമെന്നില്ല. പക്ഷെ നിങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും മാത്രം മതി അപേക്ഷയിൽ. അതിൽ കൂടുതൽ സ്കൂളുകളോ കോഴ്സുകളോ അതിൽ ഉൾപ്പെടുത്തി വെറുതെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ അഡ്മിഷൻ ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ, മറുപടി ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.